I am Anuvi from St. Peter's College, Kolancheri. ഈ വീഡിയോയിൽ റിയൽ അനാലിസിസിലെ ഒരു പ്രോബ്ലം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. If a greater than 0, show that limit integral a to pi sin nx by nx dx is equal to 0. അപ്പോൾ ഈ ഫങ്ഷൻസിൻ്റെ ഇൻ്റഗ്രൽ അതിൻ്റെ ലിമിറ്റ് അത് 0 ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. What happens if a equal to 0? ലോവർ ലിമിറ്റ് a 0 ആയാൽ എന്ത് മാറ്റമാണ് വരുന്നത്? ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ചെയ്യേണ്ടത്. ഇതിൽ സൈൻ എൻ എക്സ് ബൈ എൻ എക്സ് അതിനെ നമുക്ക് എഫ് എൻ എക്സ് എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് ആണ് കിട്ടുന്നത്. n ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ എഫ് വൺ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, n equal to 2 കൊടുക്കുമ്പോൾ f2x എന്ന് പറയുന്ന ഫംഗ്ഷൻ, അങ്ങനെ സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. ഈ ഫങ്ഷൻസ് എല്ലാം തന്നെ ബൗണ്ടഡ് ആണ്. കാരണം ഒരു ഫംഗ്ഷൻ ബൗണ്ടഡ് ആണ് എന്ന് പറയുന്നത് ഇഫ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എ. അതായത് നമുക്കൊരു റിയൽ നമ്പർ എം കണ്ടുപിടിക്കാൻ പറ്റണം സച്ച് ദാറ്റ് ഡൊമെയിനിൽ ഉള്ള എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ എടുക്കുന്ന വാല്യൂ അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആയിരിക്കണം. ഇങ്ങനെ ഒരു റിയൽ നമ്പർ എം കണ്ടുപിടിക്കാൻ പറ്റിയാലാണ് ഫംഗ്ഷൻ ബൗണ്ടഡ് ആവുക. അപ്പോൾ ഇവിടെ ഈ സീക്വൻസിലുള്ള എല്ലാ ഫംഗ്ഷൻസും ബൗണ്ടഡ് ആണ്. കാരണം മോഡുലസ് ഓഫ് എഫ് എൻ എക്സ് എന്ന് പറഞ്ഞാൽ എഫ് എൻ എക്സ് മീൻസ് സൈൻ എൻ എക്സ് ബൈ എൻ എക്സ്. സൈൻ എൻ എക്സ് എടുക്കുന്ന വാല്യൂ എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അതുകൊണ്ട് ദിസ് ടേം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ എൻ എക്സ് എന്ന് എഴുതാം. ഇനി ഈ ഒരു കോഷ്യന്റ് ഏറ്റവും വലുതാകുന്നത് ഡിനോമിനേറ്റർ ചെറുതാകുമ്പോഴാണ്. ഡിനോമിനേറ്ററിൽ n ഫിക്സഡ് ആണ്, പിന്നെ എക്സ് ആണ് വേരി ചെയ്യുന്നത്. എക്സിന് എടുക്കാവുന്ന ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത് ലോവർ ലിമിറ്റായ a ആണ്. സോ ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ എൻ എ. ഇനി ഇത് പോസിറ്റീവ് വാല്യൂസ് ആയതുകൊണ്ട് ഇനി മോഡുലസിൻ്റെ ആവശ്യമില്ല. സോ എഫ് എൻ എന്ന ഫംഗ്ഷൻ അതെടുക്കുമ്പോൾ അതിൻ്റെ ബൗണ്ടായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് ഡെഫിനിഷനിലുള്ള എമ്മിൻ്റെ സ്ഥാനത്ത് നമുക്ക് കിട്ടുന്നത് 1 ബൈ എൻ എ ആണ്. അതായത് ഈ സീക്വൻസിലെ എല്ലാ ഫങ്ഷൻസും ബൗണ്ടഡ് ആണ്. ഓക്കെ, ഇനി ഈ പ്രോബ്ലം നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ഈ ഫങ്ഷൻസ് സീറോ ഫങ്ഷനിലോട്ട് യൂണിഫോംലി കൺവേർജൻ്റ് ആണ് എന്ന് ഞാൻ പറയും. അങ്ങനെ യൂണിഫോംലി കൺവേർജൻ്റ് ആണ് എന്ന് കിട്ടിയാൽ ഈ ഒരു ലിമിറ്റ് വാല്യൂ എന്ന് പറയുന്നത് ആ ലിമിറ്റ് ഫംഗ്ഷൻ്റെ, അതായത് സീറോ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ ആയിരിക്കും. സീറോ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ 0 ആണ്. അങ്ങനെയാണ് ഇത് ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതിനു വേണ്ടിയിട്ട് ഞാൻ യൂണിഫോം നോം കണ്ടുപിടിക്കുകയാണ്. എഫ് എൻ എന്ന ഫംഗ്ഷൻ്റെ യൂണിഫോം നോം. അപ്പോൾ സാധാരണ യൂണിഫോം നോമിൻ്റെ ഡെഫിനിഷൻ യൂണിഫോം നോം ഓഫ് എഫ് ഓൺ എ എന്ന് പറയുന്നത് എഫിൻ്റെ ഡൊമെയിൻ ഇസ് ഈക്വൽ ടു സുപ്രീമം ഓഫ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് വേർ എക്സ് ബിലോങ്സ് ടു എ. അതായത് ഡൊമെയിനിൽ ഉള്ള ഓരോ പോയിന്റിലും ഫംഗ്ഷൻ എടുക്കുന്ന വാല്യൂ അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ, ആ വാല്യൂസിൻ്റെ സുപ്രീമം, അതിനെയാണ് യൂണിഫോം നോം ഓൺ എ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എഫ് എന്നിൻ്റെ യൂണിഫോം നോം കണ്ടുപിടിക്കുന്നു. നമ്മുടെ ഡൊമെയിൻ എന്ന് പറയുന്നത് എ പൈ ആണ്. എയുടെ സ്ഥാനത്ത് എ പൈ. അപ്പോൾ സുപ്രീമം മോഡുലസ് ഓഫ് എഫ് എൻ എക്സ്, സുപ്രീമം മോഡുലസ് ഓഫ് എഫ് എൻ എക്സ് എന്ന് പറഞ്ഞാൽ അത് ഈ വാല്യൂവിനേക്കാളും ചെറുതായിരിക്കും. സോ ദിസ് ഈസ് ഈക്വൽ ടു സുപ്രീമം മോഡുലസ് ഓഫ് സൈൻ എൻ എക്സ് ബൈ എൻ എക്സ്. ഓൾറെഡി പറഞ്ഞു ഈ വാല്യൂ എല്ലാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ എൻ എക്സ് ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ എൻ എ ആണ്. ഈ വാല്യൂ ടെൻസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഡിനോമിനേറ്റർ ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ ഈ ഒരു ഫ്രാക്ഷൻ 0യിലേക്ക് പോകും. അതായത് യൂണിഫോം നോം 0യിലേക്ക് പോകുന്നു. ഇനി ഈ എഫ് എന്നിൻ്റെ ലിമിറ്റ് ആയിട്ട് വരും എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എഫ് ആണ്. കാരണം നോക്കുക, എഫ് ഞാൻ ഡിഫൈൻ ചെയ്യുന്നു സീറോ ഫംഗ്ഷൻ ആയിട്ട്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇന്റർവൽ എ പൈ. ഇതാണ് സീറോ ഫംഗ്ഷൻ. ഡൊമെയിനിലുള്ള എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ എടുക്കുന്ന വാല്യൂ 0.
അപ്പോൾ ഇവിടെ എഫ് 0 ആയതുകൊണ്ട് ഈ യൂണിഫോം നോമിൽ എഫ് എൻ മൈനസ് എഫ് കൊടുത്താലും ഇത് തന്നെയാണ് നമുക്ക് ഇക്വേഷൻ കിട്ടുന്നത്. അതായത് നോം എഫ് എൻ മൈനസ് എഫ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ എ പൈ. അത് നമുക്ക് ഇവിടെ ഒരു -0 വരും, ഇവിടെയും -0 വരും. ആ -0ക്ക് റെലവൻസ് ഇല്ല, അങ്ങനെ ഇത് കൺവേർജസ് ടു 0 എന്ന് കിട്ടും. സോ യൂണിഫോം നോം ഓഫ് എഫ് എൻ മൈനസ് എഫ് കൺവേർജസ് ടു 0 ആണ്. ഇങ്ങനെ കിട്ടിയാൽ എഫ് എൻ കൺവേർജസ് ടു എഫ് യൂണിഫോംലി എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം നമുക്കതിന് സപ്പോർട്ടിംഗ് റിസൾട്ട് ഉണ്ട്. A sequence Fn of bounded functions on A converges uniformly on A to F if and only if norm uniform norm Fn minus F on A converges to 0. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ Fn Fലോട്ട് യൂണിഫോംലി കൺവേർജന്റ് ആണ് എന്ന് പറയാം. അപ്പോൾ ഈ ലെമ്മ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മുടെ സീക്വൻസിലുള്ള ഫങ്ഷൻസ് ബൗണ്ടഡ് ഫങ്ഷൻസ് ആയിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാനിവിടെ എഫ് എൻ ബൗണ്ടഡ് ആണ് എന്ന് പറഞ്ഞു വെച്ചത്. അങ്ങനെ നമുക്ക് എഫ് എൻ എഫിലോട്ട്, എഫ് എന്ന് പറയുന്നത് സീറോ ഫംഗ്ഷൻ ആണ്, സീറോ ഫംഗ്ഷനിലോട്ട് യൂണിഫോംലി കൺവേർജന്റ് ആണ് എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് ആ ഫംഗ്ഷൻസിന്റെ ലിമിറ്റായ എഫ് അതിന്റെ ഇന്റഗ്രൽ ആയിരിക്കും. അപ്പൊ ഇനി അടുത്ത ചോദ്യം, ഈ സീറോ ഫംഗ്ഷന്റെ ഇന്റഗ്രൽ എന്താണ്? സീറോ ഫംഗ്ഷന്റെ ഇന്റഗ്രൽ 0 ആണ്. അത് നമുക്ക് രണ്ട് രീതിയിൽ ആർഗ്യൂ ചെയ്യാം. ഇവിടെ ഞാൻ ആർഗ്യൂ ചെയ്തിരിക്കുന്നത് ഈ എഫ് ആകെ 0 എന്ന വാല്യൂ മാത്രമേ എടുക്കുന്നുള്ളൂ. അങ്ങനെ ഫൈനൈറ്റ്ലി മെനി വാല്യൂസ് എടുക്കുന്ന ഫംഗ്ഷൻസിനെ നമ്മൾ സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണെങ്കിൽ അത് റീമാൻ ഇന്റഗ്രബിൾ ആണ്. അതിന്റെ റീമാൻ ഇന്റഗ്രൽ എന്ന് പറയുന്നത് സിഗ്മ ജെ ഈക്വൽ ടു 1 to m kj dj മൈനസ് cj. ഇവിടെ kj എന്ന് പറയുന്നത് ഈ ഫംഗ്ഷൻ എടുക്കുന്ന വാല്യൂസ് ആണ്. k1 k2 എക്സെട്ര km അതാണ് ഫംഗ്ഷൻ എടുക്കുന്ന വാല്യൂസ്. k1 എന്ന വാല്യൂ c1 d1ൽ എടുക്കുന്നു, k2 എന്ന വാല്യൂ c2 d2ൽ എടുക്കുന്നു. അപ്പൊ ഇന്റഗ്രൽ കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത് ഫംഗ്ഷൻ എടുക്കുന്ന വാല്യൂ ഇൻറ്റു അത് ഏത് ഇന്റർവെല്ലിലാണ് ആ ഇന്റർവെല്ലിന്റെ ലെങ്ത്, അങ്ങനെ നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നമ്മൾക്ക് 0 എന്ന വാല്യൂ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുക 0 ഇൻറ്റു ഈ ഇന്റർവെല്ലിന്റെ ലെങ്ത് ആയ പൈ മൈനസ് എ, അങ്ങനെ 0 എന്ന് കിട്ടും. ഈ ഫംഗ്ഷന്റെ അല്ലെങ്കിൽ സീറോ ഫംഗ്ഷന്റെ ഇന്റഗ്രൽ 0 ആണ് എന്ന് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞ് ആർഗ്യൂ ചെയ്യണം നിർബന്ധമില്ല. കാരണം സീറോ ഫംഗ്ഷൻ ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കെ, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ, അതിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് കെ ഇൻറ്റു ബി മൈനസ് എ. അങ്ങനെയും നമുക്കിവിടെ ആർഗ്യൂ ചെയ്യാം. ഇവിടെ സ്റ്റെപ്പ് ഫംഗ്ഷൻ ഞാൻ പറയാൻ കാരണം ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടണമെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന ഡീറ്റെയിൽസ് വേണം. എ ഈക്വൽ ടു 0 ആയാൽ എന്ത് സംഭവിക്കും? എ ഈക്വൽ ടു 0 ആയാൽ എനിക്ക് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് എന്ന് ഡിഫൈൻ ചെയ്യാൻ നമുക്ക് ശരിയാവില്ല. ഓക്കെ, അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ നമ്മൾ ചെയ്യുന്നത് ഓപ്പൺ ഇന്റർവെൽ 0 പൈ, അവിടെ നമ്മൾ 0 എന്ന് ഡിഫൈൻ ചെയ്യുക. 0 എന്ന പോയിന്റിൽ 1 എടുക്കുക. അതിന്റെ കാരണം ഇവിടെ ഈ എഫ് എൻ എക്സ് അത് എക്സ് ഇസ് ഈക്വൽ ടു 0യിൽ ഡിഫൈൻഡ് അല്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ മാത്രം മാറ്റി ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ അല്ല. സോ ഇത് റീമാൻ ഇന്റഗ്രബിൾ ആണ്. ഈ എഫിന്റെ റീമാൻ ഇന്റഗ്രൽ കണ്ടുപിടിക്കാൻ ആ സ്റ്റെപ്പ് ഫംഗ്ഷന്റെ തിയറം തന്നെ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, താങ്ക് യു.